ഹണി റോസിന്റെ റൈറ്റ് ആണല്ലേ കേസ് കൊടുക്കാൻ ഇതൊക്കെ ചെയ്യാൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ. ഐ തിങ്ക് ഷീസ് റൈറ്റ്. നല്ല പെൺകുച്ചല്ലേ ഇത്, അതിനങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല പെൺകുട്ടികളെ. ഇങ്ങനെ കമന്റ് ഇടുന്നവർക്കൊക്കെ എതിരെ ചെയ്യണത് എന്തും ആവാം എന്നുള്ള ഭാവമാണ് എല്ലാവർക്കും. അപ്പൊ അത് ഒരു നല്ല മൂവ്മെന്റ് ആയിട്ട് തോന്നി. പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഒരാളുടെ വ്യക്തിത്വം ഓപ്പണായിട്ട് പറയാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ചെന്ന് പറയുമ്പോഴത്തേനും അത് നല്ല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് തളർത്തുന്നുണ്ട്. അത് ബാക്കിയുള്ളവർ കാണുമ്പോൾ നാണക്കേടെന്നുള്ള രീതിയിലല്ല, സ്ത്രീകളെ അത് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ഇന്റർനെറ്റിൽ ഒരാൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ റൈറ്റ് ഉണ്ട്, എന്നാലും ഒരു ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിനെ. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ അവരുടെ ഇഷ്ടം ഉണ്ടാവും. അതേപോലെ നമ്മൾ അവരുടെ ഒരു ഇഷ്ടമൊക്കെ റെസ്പെക്ട് ചെയ്യുക തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ബോഡി ഷേമിങ് ഞാൻ തീരെ ചെയ്യാറില്ല. നിയമപരമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കടമ നമുക്കുണ്ട്. അതൊക്കെ അവരുടെ സ്വകാര്യതയല്ലേ, അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എങ്ങനെ ഡ്രസ്സ് ധരിക്കണമെന്നും എങ്ങനെ നടക്കണമെന്നുള്ള. അപ്പൊ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവകാശത്തിൽ കയറി മറ്റാരും കൈയടക്കേണ്ട ആവശ്യമില്ല. ആളുകളെ ഇട്ടുന്ന രീതി ഇടുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. നമുക്ക് പറയാനുള്ളത് നേരായ രീതിയിൽ പറയണം. ഒരാളെ മോശമാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. ഇപ്പൊ ഹണി റോസിനെ പോലുള്ള ഒരു ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആകുമ്പോഴേക്കും നാച്ചുറലി പബ്ലിക്കായിട്ട് കമന്റ് ഇടുന്നത് എനിക്ക് മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ, അത് പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പം ഓരോരുത്തരെ ഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ രീതിയിൽ നടക്കുക എന്നുള്ളത് അവർ ഇഷ്ടമാണ്. അതിന് പറയുന്നത് മോശമാണ്. പ്രത്യേകിച്ച് അത്രയും ഫേമിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്നെനിക്ക് തോന്നി. ചുരുക്കത്തിൽ അന്ന് കൂകി വിളിച്ച ഒരാളും ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കാനില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവരാരും ഈ അർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാചകത്തെ പിന്താങ്ങുന്നില്ല.